എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ കേരളത്തിലെ നല്ല നേതാക്കന്മാരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നുള്ളത്. അതും പ്രത്യേകിച്ച് വരും തലമുറയുടെ പ്രതീക്ഷയായ വ്യക്തികളെ. അങ്ങനെയാണ് ഞാൻ ഈ ഷോ ആരംഭിക്കുന്നത്. ഇതിൽ എൻ്റെ പ്രഥമ ഷോയാണിത്. ഞാൻ ആലോചിച്ചു ആരെയാണ് ആദ്യം ജനങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂരായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കരുത്തനായ ലീഡറാണ് ഇന്നെൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ അതിഥിയായിട്ട്. കേരളം പൊതുവെയും തൃശ്ശൂർ പ്രത്യേകിച്ചും ഒരു പ്രതീക്ഷയായി കാണുന്ന ലീഡർ. ഞങ്ങൾ പറയും കാലം കരുതി വെച്ച അല്ലെങ്കിൽ കാസൂക്ഷിച്ച ഒരു നേതാവാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ശ്രീ ജോസ് വള്ളൂർ. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയ ജീവിതമാണ് നിങ്ങളുടെ. ഞാൻ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ നിങ്ങൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആസ് എൻ ഇൻസ്പയറിംഗ് ലീഡർ, എ പവർഫുൾ ലീഡർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളുടെ ചരിത്രം അന്തിക്കാട് എന്ന് പറയുന്ന സമരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ പറയാം. ഒരുപാട് സമരങ്ങൾക്ക് വേദിയൊരുക്കിയിട്ടുള്ള അന്തിക്കാട് നിന്നും ഒരു KSU നേതാവ് ജന്മെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല, എനിക്കറിയാം. പക്ഷെ നിങ്ങളെപ്പോഴും നേതാവ് അവിടെ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ അന്തിക്കാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ ജോസ് എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം മാഷേ. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചതിൽ പ്രത്യേകം നന്ദി പറയണം മാഷോട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരിൽ ഒരുപാട് പേര് മാഷ് പരിചയമുള്ളവരുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത രീതിയുള്ളവർ, ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ തയ്യാറായവർ, ഇപ്പോഴും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്തിക്കാട് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അന്തിക്കാട് സ്കൂളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ളൊരു പ്രദേശമാണ് അന്തിക്കാട്. അതെ. ഒരുപാട് ചെത്തു തൊഴിലാളികളുടെ മക്കൾ, സാധാരണക്കാരുടെ മക്കൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതിനിടയിൽ KSU എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ KSUവിന് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിലാണ് എന്നെ ആദ്യം തല്ലിയത്. ആ തല്ലാണ് ഞാനൊരു KSUക്കാരനായി മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം.